മാരേജ് ഈസ് ഹാർഡ്. Agree. രണ്ടുപേരും ആലോചിക്കണം. അംജുക സ്റ്റാർട്ട്സ് മോർ ആർഗ്യുമെന്റ്. Disagree. She does. ഞാൻ ഡിസഗ്രി. ഞാൻ പ്രഗ്നന്റ് ആയോ നീ ഹാപ്പിയോ? ഞാൻ പെട്ടെന്ന് എഗ്രി എടുക്കുന്നു. ഞാൻ പ്രഗ്നന്റ് ആയപ്പോ നീ ഹാപ്പിയോ? എക്സിന്റെ കാര്യം കേട്ടപ്പോ ഇവ പകച്ചു പോയി തോന്നുന്നു. എക്സിന്റെ പണ്ടത്തെ എക്സിന്റെ ഓർമ്മയിലോട്ട് നീ പോയോ ബാല? ഓക്കെ, സോഷ്യൽ മീഡിയ ഈസ് ഫേക്ക്. അത് ഇഷ്ടപ്പെടത്തില്ല. അതെനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഫ്രണ്ട് ആണെങ്കിൽ ഓക്കെ, അതിന്റെ കൂടുതൽ വേണ്ട, എനിക്കത് ഇഷ്ടപ്പെടും. 1xBet ആപ്പിലൂടെയും അവരുടെ വെബ്സൈറ്റിൽ കൂടെയും നിങ്ങൾക്ക് 24/7 ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിന്റൺ, ടെന്നീസ് എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് ടീമിന്റെ ലൈവ് അപ്ഡേറ്റും അറിയാൻ സാധിക്കും. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനും പറ്റും. 1xBetന്റെ പുതിയ പ്രൊമോഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു റിസ്ക് ഫ്രീ ബെറ്റ് ഗെയിം കളിക്കാൻ പറ്റും. അതായത് നിങ്ങൾ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നിക്ഷേപിച്ച പണം റീഫണ്ട് ആയിട്ട് ലഭിക്കും. ആദ്യ ഘട്ടം രജിസ്റ്റർ ചെയ്യുക, രണ്ടാമത്തെ ഘട്ടം പണം നിക്ഷേപിക്കുക, മൂന്നാമത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ ആദ്യ നിക്ഷേപണത്തിൽ നിങ്ങൾക്ക് 100% ബോണസ് ലഭിക്കുന്നു. അസ്ല 1x എന്നുള്ള എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 130% ബോണസ് ലഭിക്കും. ഞാൻ അപ്പൊ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. Ready? 1, 2, 3. അയ്യോ, നല്ല തുടക്കം, നല്ല ഇതെന്റെ കാര്യം. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു ഗെയിം കളിക്കാൻ പോവാണ് അല്ലെ? കപ്പിൾ തമ്മിലുള്ള ഒരു ഗെയിമാണ്. ഞങ്ങൾ ഒരു കപ്പിൾ ഗെയിം, എഗ്രി ഡിസഗ്രി ആണ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഈ രണ്ട് ബോർഡും ആക്കി വെച്ചിട്ടുണ്ട്, എഗ്രി ഡിസഗ്രി എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ എഗ്രി ആക്കാം, അല്ലെങ്കിൽ ഡിസഗ്രി ആക്കാം. നമ്മളപ്പോ നമ്മള് ചിലപ്പോൾ രണ്ടുപേരും സെയിം ആയിരിക്കും, ചിലപ്പോൾ രണ്ടുപേരും ഒരാൾ ഡിസഗ്രി ഒരാൾ എഗ്രി ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പലതരത്തിന് ഞാൻ പറയുന്നത് വേറെ തരത്തിൽ ചിന്തിക്കുമ്പോ അമ്മക്ക് വേറെ തരത്തിൽ ചിന്തിക്കും, പല രീതിക്കായി മാറും. പക്ഷെ ഫണ്ടായിരിക്കും. ഞങ്ങൾക്ക് 100% ഉറപ്പ്. ഞാനാണ് ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയ ആള് ഞാനാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, ഇത് ക്വസ്റ്റ്യൻസ് അല്ല, സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്നാലും അഗ്രി ഡിസഗ്രി ചെയ്യാം. അപ്പൊ തുടങ്ങുമല്ലേ? പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ തമ്മിലായിരിക്കും കേട്ടോ ചർച്ച എന്ന് പറയുന്നത്. അപ്പോ കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോ ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ചിലപ്പോ നിങ്ങൾക്ക് ഞങ്ങൾ ടോക്സിക്കാന്ന് വരെ ചിലപ്പോ തോന്നിയേക്കാം. ആ ഒരു ആസ്പെക്ട് നോക്കണ്ട. നമ്മളൊരു കപ്പിൾ ശരിക്കും കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു പച്ചയായ മനുഷ്യന്മാര്, നമ്മളെല്ലാവരും നമ്മള് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. നമ്മൾക്ക് ഉള്ളിൽ നമ്മളുടേതായിട്ടുള്ള കുറച്ച് പച്ചയായ മനുഷ്യന്മാരുണ്ടായിരിക്കും. അതുപോലെ ആയിരിക്കും അത്. ഗെയിമായിട്ട് കണ്ടാൽ മതി, ഫണ്ണ് നല്ലതാണ്. നിങ്ങൾക്കത് ചിന്തിക്കാം, കൊള്ളാലോ, നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ പ്രാവർത്തിക്കാം. ഈ ശവങ്ങൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തള്ളിക്കളയാ, നിങ്ങളെ പോലെ ആവാതിരിക്കാൻ നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ നമുക്ക് ഫുൾ പവർ അല്ലേ? ഓക്കെ, ഫസ്റ്റ്, മാരേജ് ഈസ് ഹാർഡ്. Agree. രണ്ടുപേരും ആലോചിക്കണ്ട, അത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാ സ്റ്റാർട്ടിങ് സ്റ്റേജ്, ഫസ്റ്റ് ടൈം ഗെറ്റിംഗ് മാരീഡ്, സംതിങ് ന്യൂ ഫോർ എവ്രി വൺ. എല്ലാവർക്കും ഒരു പുതുമയാണ്. അതെ, മാരേജ് കാണുന്ന പോലെ അല്ല, അമ്മക്ക് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരേ ഇതിലും ആലോചിക്കാൻ പോലും സമയം എടുക്കാണ്ട് ഇതാക്കിയത്. മാരേജ് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും സുഖവും അതൊക്കെ ഉണ്ട്, നമുക്ക് ആ കൂടെ നിൽക്കാൻ എപ്പോഴും. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒരു ഇതിക്ക് വന്നത്, ഇപ്പൊ ഫുൾ പ്രാരാബ്ദം മൊത്തം ഞങ്ങളുടെ തലയില. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, മൊത്തം തലയില്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇതൊക്കെ ആദ്യമേ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് വന്നത് തന്നെ. എന്നാ പക്ഷെ അത്ര ഈസിയല്ല. ചില മാസങ്ങളൊക്കെ അവസാനം മുട്ടുമ്പോ നമ്മള് ഫുൾ ബഡ്ജറ്റ് പ്ലാനിങ് ഒക്കെ തെറ്റും മൊത്തത്തിൽ. അപ്പൊ പിന്നെ തെറ്റിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്യും, ഏത് ചെയ്യും. പിന്നെ നമ്മൾ ഓർക്കാപ്പുറത്ത് ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ചുറ്റും ഇങ്ങനെ എക്സ്റ്റേണൽ കുറെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ ആകുമ്പോ നമ്മളിടയിൽ മാരേജ് ഭയങ്കര ഈസിയാണ്. എപ്പോഴും സുഖം സന്തോഷം അടിച്ചു അല്ല. മാരേജിന്റെ ആയിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് സ്ട്രഗിൾ ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്. നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മള് സാക്രിഫൈസസ് എന്ന് പറയുമ്പോ ശരിക്കും സാക്രിഫൈസസ് എടുക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും എടുക്കുന്നില്ല, കാരണം നമുക്ക് അത് മാത്രം ഒന്നും ഇല്ല. സാക്രിഫൈസ് എന്ന് പറയാനൊന്നുമില്ല.
എന്നിരുന്നാൽ പോലും എന്ത് സാക്രിഫൈസ് ഒന്നുമില്ല എനിക്ക്. സാക്രിഫൈസ് ഒറ്റ എന്ന് പറയുമ്പോ എനിക്ക് ഉറങ്ങാൻ സാക്രിഫൈസ് ഉറക്കം. അതെ അതെ, എന്നെ ഉറങ്ങുമ്പോ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇവൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോ ഞാന് ഇവനെ ഉറങ്ങായിരിക്കും 2-3 മണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കും. കുറച്ച് എനിക്ക് ബോറടിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കുറച്ച് സാധനം. പിന്നെ എന്നാലും ഉണ്ട് സാക്രിഫൈസ്. ചില സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും, നമുക്കുണ്ട്. അപ്പൊ മാരേജ് ഇസ് ഹാർഡ്. നമ്മുടെ പിന്നെ അംജുക സ്റ്റാർട്ട്സ് മോർ ആർഗ്യുമെന്റ്. ഡിസഗ്രിമെന്റ് നീ എന്താ പറയാൻ കാരണം നീയല്ലേ. ഞാൻ പറഞ്ഞുതരാം. ആർഗ്യുമെന്റ്സ് ഷീസ് എ സൈലന്റ് കില്ലർ. അതായത് എന്തെങ്കിലും ഒരു സീൻ വന്നു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും. അത് ശരിക്കും എന്നെ എഫക്ട് ചെയ്യും. കണ്ട, ഞാനപ്പം മനസ്സിലായില്ല, ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുള്ളൂ, എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും നടക്കത്തിന്ന്. പക്ഷെ അംജുക്ക എന്ന് പറയുമ്പോ മിണ്ടാതിരിക്കുമ്പോ ഭ്രാന്ത് പിടിക്കും. അതാണ് അംജുക്കയുടെ പ്രശ്നം. അപ്പൊ ആർഗ്യുമെന്റ് ഇല്ല, ഞാൻ വന്നെങ്കിലും ചോദിക്കും, മോളെ എന്താ പ്രശ്നം? അങ്ങനൊന്നുമില്ല, തെറ്റി എന്തെങ്കിലും ചെറിയ കാര്യം, വലിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഭയങ്കര കൂളാ. ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര സൈലന്റ് ആയിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരുന്ന അങ്ങ് അവന് ഭ്രാന്ത് പിടിക്കും. അപ്പൊ അങ്ങോട്ട് ഇളകി വരും, ആനക്ക് ബാധ കയറിയ പോലെ. പിന്നെ ചാടി വരും, എന്ത് പോലെ ഇങ്ങനെ ഇതിരിക്കുന്നേ എന്ത്. ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ മിണ്ടാതിരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോ ചീത്ത വിളിച്ചാലും അവന് കുഴപ്പമില്ല, ഞാൻ മിണ്ടാതിരുന്ന അവന് ഭയങ്കര സങ്കടം. അപ്പൊ അവനങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് തുടങ്ങി. അതറിയാൻ മിണ്ടാതിരിക്കും. പിന്നെ നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആർഗ്യുമെന്റ് തുടങ്ങുന്നതാരാ? അല്ല, അംജുക്കല്ലേ. ഞാൻ സൈലന്റ് ആയിട്ടിരിക്കല്ലേ, നീയല്ലേ വന്ന ആർഗ്യുമെന്റ് തുടങ്ങുന്നേ. ഐ ഡോണ്ട് ലൈക്ക് മൈ സ്പൗസ് ഫാമിലി. എന്റെ പാർട്ട്ണറിന്റെ ഫാമിലിനെ എനിക്ക് ഇഷ്ടമല്ല. ഡിസഗ്രി. എനിക്ക് അംജുക്കാടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ഉപ്പയുമ്മേനാണ്. എന്റെ എന്ന് പറയുന്നത് കാരണം ഞങ്ങളെ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസം, ഇപ്പൊ നമ്മൾ കണ്ടുമുട്ടിയിട്ടാണെങ്കിൽ 1 വർഷം ആവാറായി എന്ന് വെച്ചാൽ ഫെബ്രുവരി 1 വർഷം. പക്ഷെ ഓർക്കപ്പോ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ. ഞാൻ ഒരു കുടുംബത്തിൽ, മോൾ എന്റെ കുടുംബത്തിൽ വരുന്ന പോലെ ഞാനൊരു കുടുംബത്തിൽ കയറി ചെല്ലുകയാണ്. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഫേസ് ചെയ്ത കുറെ പ്രശ്നങ്ങൾ നമ്മളുണ്ടായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും നമ്മള് നിലത്ത് നിൽക്കുന്ന മണ്ണൊലിച്ച്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഫാമിലി, 2 കൂട്ടരും ഫാമിലിയാണ് ഒരുമിച്ച് നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ. അംജുക്കാടെ ഫാമിലി എന്നോട് ആണെങ്കിലും അംജുക്കാണ് പറഞ്ഞത്, മക്കള് ഞങ്ങളുണ്ടടാ, നിങ്ങൾ എന്തിനു ബാക്കിയതാക്കണം, ഞങ്ങളില്ലേ നിനക്ക്. അതേപോലെ എന്റെ ഉപ്പയും ഉമ്മയാണെങ്കിലും എന്റെ ഉപ്പാടും ഉമ്മാടിയും വൈബ് കുറച്ച് വേറെ ഡിഫറെന്റ് ആണ്. ഉമ്മാടും ഉപ്പാടിയും വൈബ് കുറച്ച് ഡിഫറെന്റ്. പപ്പ മമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറാണ്, എന്ന് വെച്ചാ വരട്ട്, എന്താ വെച്ചാ വരട്ടെ. ഉപ്പ ഉമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം ഭയങ്കര അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പൊ മോനെ അങ്ങനത്തെ രണ്ട് ടൈപ്പ്. പക്ഷെ നമ്മുടെ ഫാമിലി വെച്ച് കഴിഞ്ഞാൽ അത് തൊട്ട് കളിക്കാൻ പറ്റത്തില്ല. ജീവൻ നമുക്കത് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഓക്കെ, ഇഫ് വി ഗോട്ട് പ്രഗ്നന്റ് റൈറ്റ് നൗ ഐ വുഡ് ബി എക്സൈറ്റഡ്. ഞാനിപ്പോ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ എക്സൈറ്റഡ് ആവും. ഞാൻ ഡിസഗ്രി. ഞാൻ പ്രഗ്നന്റ് ആയാൽ നീ ഹാപ്പി ആവും. ശരിക്കും ഉറപ്പായിട്ടും. ഇന്നും കൂടെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മോളെ ഉറക്കത്തിൽ നിന്ന് എണീക്ക് ഇല്ല ഉറക്കം. അപ്പൊ ഞാൻ വെച്ചു ഒരു കുഞ്ഞുണ്ടെങ്കിൽ എന്തായിരിക്കും. ഒരു 15 മിനിറ്റ് അല്ലേ ചുമ്മാ പുളു ഞാൻ. പക്ഷെ ഷോക്ക് ഔട്ടാ ഇവന്. ഞാൻ ഷോക്കാവും. കാരണം ഓർക്കാപ്പുറത്ത് ഇപ്പൊ ഞാൻ സത്യമായിട്ട് ഞാൻ പ്രിപ്പയർഡ് അല്ല. നിനക്ക് നമ്മൾ രണ്ടിനും പ്രിപ്പയർഡ് അല്ലല്ലോ. അല്ല പ്രിപ്പയർഡ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹാപ്പി, ഭയങ്കര ഹാപ്പി ആവുമ്പോ നമ്മുടെ കുട്ടിക്ക് നമ്മളൊരു നല്ലൊരു ലോകം കാണിക്കണം. ഇപ്പൊ ഓൾറെഡി നമ്മൾ കുറെ പ്രശ്നം അത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴാണ് വീണ്ടും ഒന്ന് ശ്വസിക്കാൻ തുടങ്ങി, നമ്മൾ ഹാപ്പി ആവാൻ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ തുറന്ന് നമുക്ക് പറയാലോ. ഇപ്പൊ ഞാൻ തന്നെ എന്താ പറയാ, ഇപ്പൊ ഡിപ്രഷന്റെ കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ തന്നെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഫുള്ള് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഈ ഒരു ടൈമിലല്ല വേണം, എനിക്ക് വളരെ ഞാൻ ഹാപ്പി ആയി എല്ലാം കഴിഞ്ഞ് ഓക്കെ ആ ഒരു സമയം. പിന്നെ നമ്മൾ ഫിനാൻഷ്യലി ഓക്കെ, പൈസ ഉണ്ട്, പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ ഇങ്ങനെ അതൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം,
ഞാൻ ഇന്ന് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് ഷോക്ക് ആവണെങ്കിലും പിന്നെ എനിക്കത് സന്തോഷമായിരിക്കും. കാരണം അത് നമ്മുടെ കുഞ്ഞാ, ദൈവം തന്ന നമ്മുടെ കുഞ്ഞിനെ എനിക്കത് ഈ ലോകത്ത് എന്തിനേക്കാളും വലുതായിരിക്കും, നമുക്ക് വലുതായിരിക്കും. അത് അത്രേ ഉള്ളൂ. അത് പിന്നെ ഇനി എന്താണെങ്കിലും നമ്മളിനിപ്പോ ഭക്ഷണം ഇല്ലാണ്ട് വിട്ടിരിക്കാവുന്ന സമയമാണെങ്കിൽ പോലും നമുക്കൊരു കുഞ്ഞായി കേൾക്കുമ്പോൾ നമ്മൾ അതിനെ ഈടല്ല. അല്ലാണ്ട് ഒരിക്കലും അബോർഷൻ അതിനൊന്നും ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. അതിപ്പോ എന്ത് സാഹചര്യം. ഈസ് ഇറ്റ് ഓക്കെ ടു ബി ഫ്രണ്ട്സ് വിത്ത് യുവർ എക്സ്? ഞാൻ 2 എണ്ണം വെച്ചിട്ടുണ്ട്, എഗ്രി ഡിസെഗ്രി. എക്സിനായിട്ട് കല്യാണത്തിന് ശേഷം എക്സിനായിട്ട് ഫ്രണ്ട്സ് ആവണേ കുഴപ്പമുണ്ടോ? എൻ്റെ ഒരു കാര്യം ഞാൻ പറയണം, ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആവണേ പ്രശ്നമില്ല, അതുകൊണ്ട് 2 എണ്ണം വെച്ചത്. പക്ഷെ ഡെയിലി വിളിക്കുക, ഡെയിലി മെസ്സേജ് അയക്കുക, അങ്ങനെ ഒരു കോണ്ടാക്ട് പാർട്ട്ണറിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല. ഡെയിലി അങ്ങനെ ഒരു കോണ്ടാക്ട് വെക്കുകയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കേണ്ട ആവശ്യം എനിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്തൊക്കെ വന്നാലും നമ്മുടെ മുമ്പത്തെ എക്സ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ വന്നാലും നമ്മളൊരു കാലത്ത് നമ്മുടെ ലോകം, നമ്മുടെ ഇഷ്ടം എന്നൊക്കെ വെച്ച് നമ്മൾ ഇനി ലൈഫ് അവർ കൂടെ പോകണമെന്ന് വെച്ചിരുന്നിട്ട് പെട്ടെന്ന് അത് എന്റെ ബ്രദറിനെ പോലെയാണ്, ഫ്രണ്ടിനെ പോലെയാണ്, ഒരു ഫീലിങ്സ് എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മൾ ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ ചിലപ്പോൾ പല പ്രശ്നങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കും. അപ്പൊ മറ്റേ സൈഡിൽ നിന്ന് അവര് ഭയങ്കര സ്നേഹം തരാനും അവരുണ്ടെങ്കിൽ മനുഷ്യന്മാരാണ്. നമ്മൾ ആരും ദേവന്മാരല്ല, ദേവതകളല്ല. നമ്മളെ മനസ്സ് നമ്മളെ കൈവിട്ട് പോകുന്ന നമ്മളെ മനസ്സ് കൈവിട്ട് പോകുന്ന ചില നിമിഷങ്ങളുണ്ട് അല്ലെ. നമ്മൾ എത്രയൊക്കെ സൂപ്പറാണ്, നമ്മൾ എത്രയൊക്കെ മോട്ടിവേഷനും അടിപൊളിയും ചെയ്യുമ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമ്മള് വേറെ രീതിക്ക് ചിന്തിപ്പിക്കും. അപ്പൊ അതിനേക്കാൾ നല്ലത് ആക്കാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ ലൈഫിൽ പഠിച്ചൊരു വലിയൊരു പാടാണ് അതെന്ന് പറയണത്. എനിക്കൊന്നും ഒളിക്കാനോ ഒന്നും ഇല്ല. അതാണ് ഇപ്പൊ ഓക്കെ നമ്മള് വല്ലപ്പോഴും കാണുന്നു. ഇപ്പൊ ഒരു എക്സിനെ നമ്മള് ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് കാണുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു ദിവസം സംസാരിക്കുന്നു, അതൊക്കെ ഓക്കെയാണ്. നമ്മൾ വിശേഷങ്ങൾ പറയുന്നു, നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് പോണത്, അവിടെ മീറ്റ് ചെയ്യുന്നു. പല ടൈപ്പ് ഉണ്ട്. അതല്ല നമ്മള് നമ്മള് ഒരിക്കലും നമ്മള് ഹേറ്റഡ് വെക്കില്ല. അല്ലാണ്ട് ഇവൻ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ ഇവൻ എന്നെ കാണാൻ വിളിച്ചാൽ ഞാൻ പോകത്തില്ല, അങ്ങനൊന്നുമില്ല. നമ്മള് മീറ്റ് ചെയ്യും, കാണും, ചിലപ്പോ ഫുഡ് കഴിക്കാൻ പോകും, സംസാരിക്കും, എന്തെങ്കിലും ഫോൺ വിളിക്കും. പക്ഷെ അതൊരു ഡെയിലി പ്രോസസ് ആക്കിയിട്ട് മാറ്റത്തില്ല. അത് ബെസ്റ്റ് ആണെന്ന് തോന്നുന്നില്ല. സംടൈംസ് ആണെങ്കിൽ ഓക്കെയാണ്, അവരുടെ സന്തോഷം എപ്പോഴും മനസ്സിൽ ഉണ്ടാവും. അതെ അതെ. വി ഗോട്ട് മാരീഡ് സൂൺ. നമ്മള് പെട്ടെന്നാണ് കല്യാണം കഴിഞ്ഞത്. നമ്മള് പെട്ടെന്നാണ് കല്യാണം കഴിഞ്ഞത്. പെട്ടെന്നല്ലോ, പെട്ടെന്നാണ് കല്യാണം കഴിഞ്ഞത്. മനസ്സിലായില്ല? വി ഗോട്ട് മാരീഡ് സൂൺ. നമ്മള് വളരെ നേരത്തെയാണ് കല്യാണം കഴിഞ്ഞത്. നേരത്തെ അല്ല, കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് കഴിയണമായിരുന്നു. അതാണ്. അപ്പൊ ഏതാ പകച്ചു പോയ നീ എന്താ പെട്ടെന്ന് എക്സിന്റെ കാര്യം കേട്ടപ്പോ ഇവ പകച്ചു പോയി തോന്നുന്നു. എക്സിന്റെ പണ്ടത്തെ എക്സിന്റെ ഓർമ്മയിലോട്ട് നീ പോയോ ബാല? എനിക്കത് നിങ്ങൾക്ക് തോന്നില്ലേ? നിങ്ങൾക്ക് തോന്നില്ലേ ഈ പഴയ എക്സിന്റെ ഓർമ്മയിലോട്ട് പോയി എന്നുള്ളത്? എനിക്ക് വളരെ ലേറ്റ് ആയി പോയി കല്യാണം നടക്കാനെന്നാണ് തോന്നുന്നത്. നേരത്തെ കണ്ടുമുട്ടിയെങ്കിൽ ഞാൻ വേറെ ലെവൽ ലൈഫ് മനസ്സിലായില്ല. സത്യമായിട്ടും കുറച്ചും കൂടി നേരത്തെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി സന്തോഷം, സുഖവും സമാധാനവും ഉണ്ടായേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത് ഞാൻ കല്യാണം കഴിച്ച് 26 വയസ്സിൽ, ഇവൻ കല്യാണം കഴിച്ച് വളരെ ലേറ്റ് ആയിപ്പോയി 31 വയസ്സിൽ. 30 പ്ലസ് 36, 37 അടുത്ത 10 വർഷത്തേക്ക് ഞാൻ 30 പ്ലസ്. ഓക്കെ. ഇനി സോഷ്യൽ മീഡിയ ഈസ് ഫേക്ക്. സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഫേക്ക് ആണ്. സോഷ്യൽ മീഡിയ ഫേക്ക്. എനിക്ക് തോന്നിയ കാര്യം ഇത് ഞാനൊരു യൂട്യൂബർ ആയിട്ട് പറയല്ല, സാധാ ഒരു പ്രേക്ഷകർ, ഒരു യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളായിട്ട്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. യൂട്യൂബ്, സോഷ്യൽ മീഡിയ എന്ന് പറയണം. നമ്മളിപ്പോ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത്, ഇപ്പൊ നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും, നമ്മൾ ഭയങ്കര നമ്മുടെ വീട്ടിലത്തെ വിഷമങ്ങൾ പറയാം, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ഫേസ് ചെയ്ത വിഷമങ്ങളായിരിക്കും പറയുന്നുണ്ടായിരിക്കും യൂട്യൂബ് വീഡിയോ വന്നിട്ട്. നമ്മൾ അതിന്റെ മോണിറ്റൈസേഷൻ എന്തായാലും ഓണാക്കും. എന്തൊക്കെ വന്നാലും മോണിറ്റൈസേഷൻ നല്ല വ്യൂ പോകുന്നതെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ന് പറയുമ്പോ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരാളെ വർക്ക് പ്ലേസ് ആണ്, ഒരാളെ ജോലി സ്ഥലമാണ് അവിടെ എന്ന് പറയുന്നത്. അപ്പൊ
അപ്പൊ നമ്മൾ അവിടെ ഫുൾ നമ്മൾ റിയൽ ആയിട്ടിരിക്കില്ല. നമ്മള് സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ റിയൽ ആയിട്ടുള്ള ഒരു ഇതിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫീലിങ്സിൽ നമ്മൾ പൈസ നോക്കത്തില്ല. പക്ഷെ സോഷ്യൽ മീഡിയക്ക് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ നോക്കണം. അപ്പൊ അതിനെ റിയൽ എങ്ങനെ വിളിക്കാൻ പറ്റും? അല്ലെ നമ്മളെല്ലാം എല്ലാ മനുഷ്യന്മാരും നമ്മള് ക്യാമറ വെക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, നമുക്ക് എപ്പോഴും അറിയാം. നമ്മള് എപ്പോഴും ഇതിലായിരിക്കും. ഓക്കെ, ഇത് വീഡിയോ എടുക്കുന്നു, നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. അതപ്പോ നമുക്കൊരു ജോലിയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ജോലി. അപ്പൊ നമുക്ക് നല്ല അവെയർ ആയിരിക്കും. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ എന്താണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാവും നമ്മൾ കാണിക്കുന്നത്. അല്ലാണ്ട് കാണിക്കണ്ട എന്ന് വിചാരിക്കുന്ന സാധനങ്ങളാവില്ല നമ്മളായിട്ട് കാണിക്കുന്നത്. ബാക്കിയുള്ളവർ ചിലപ്പോൾ വേറെ കാണും, പക്ഷെ നമ്മളായിട്ട് കാണിക്കുന്നത് അങ്ങനെ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാവരും കണ്ടന്റ് ആണ് ചെയ്യുന്നത്, അല്ലെ? എല്ലാവരും ചിലവർ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ചെയ്യും, ചിലവർ ഫണ്ണായിരിക്കും, ചിലവർ നെഗറ്റീവ് ഇതായിരിക്കും, ചിലവർ എന്താ പറയാ ഫണ്ണായിരിക്കും, ചിലവർ റിയാക്ഷൻ വീഡിയോ ആയിരിക്കും, ചിലവർ സംസാരമായിരിക്കും രസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശം അപ്പൊ നമ്മളെന്ന് പറയുമ്പോ നമുക്ക് ആ നമ്മൾ എന്താണ് അവർ ഇഷ്ടപ്പെട്ടത് അതിന് ഇഷ്ടപ്പെടാം. അല്ലാണ്ട് പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ അവരെ എടുക്കാതിരിക്കുന്നതും ഓരോ യൂട്യൂബേഴ്സിനെ എടുക്കാതിരിക്കുന്നതും ഏറ്റവും നല്ലത്. കാരണം ആരും അവരുടെ ശരിക്കുള്ള ഇതാവില്ല കാണിക്കുന്നത്. കാരണം നമ്മളെ ഇടയിൽ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. ചില പ്രശ്നങ്ങൾ നമ്മൾ എന്നെ തന്നെ എടുക്കാം. ലൈക്ക് ഐ വാസ് എ ഓർഡിനറി പേഴ്സൺ who have never known any kind of vloggers in my life. അപ്പോൾ പെട്ടെന്ന് പ്രവർത്തനത്തിൽ I am seeing everyone. അപ്പൊ ചിലപ്പോൾ നമ്മള് പ്രശ്നങ്ങൾ നമ്മൾക്ക് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോ ഒരു പ്രശ്നം നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കാതാവും, ഒരു പ്രശ്നം കാണിച്ചാലും കുഴപ്പമില്ലാതാവും. അപ്പൊ നമ്മൾ ആ മറ്റേത് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും, ഇത് നമ്മൾ കാണിക്കും. അത് നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇനി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അതുണ്ടോ, നമ്മള് ലോകത്ത് മൊത്തം നമ്മളെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് അറിയിച്ച് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ? നാണക്കേടല്ലേ വരുന്നത്. പക്ഷെ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് പൈസ കിട്ടുന്നു. അപ്പൊ അതെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ റിയൽ അല്ല, അത് റിയൽ ലൈഫാണ്. അപ്പൊ നമ്മള് ഈ വീഡിയോ വ്യൂവേഴ്സ് കാണുമ്പോൾ നമ്മൾ ശരിക്കും ചില സമയത്ത് നമ്മൾ മണ്ടന്മാരാവും, ചില സമയത്ത് നമുക്ക് തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ടന്മാരാന്ന് വെച്ചാൽ നമുക്ക് അവരെ കോണ്ടന്റോ അവര് എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് ഇഷ്ടപ്പെടും. പക്ഷെ മറിച്ച് അതങ്ങ് ഉള്ളി എടുത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ ഇവർക്ക് വേണ്ടി ബാക്കിയുള്ളവരെ തെറി വിളിക്കാൻ നടക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ബാക്കിയുള്ളവരെ ഇങ്ങോട്ട് തെറി വിളിക്കാം. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാര്യം നമ്മൾ ആകെ കാണുന്നത് 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ വീഡിയോസ് ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് അറിയുള്ളൂ. അല്ലാണ്ട് ഫുൾ നമുക്ക് ഹോൾ സ്റ്റോറി എന്തെന്ന് ഒന്നും അറിയില്ല. ഇവിടുന്ന് അതൊക്കെ ഇതാക്കി മറ്റേതാകുമ്പോ ശരിക്കും നമ്മളാണ് മണ്ടന്മാരാണ്. അപ്പൊ അതൊരു സോഷ്യൽ മീഡിയ എന്നുള്ളത് റിയൽ ലൈഫായിട്ട് ആക്കാം. റിയൽ ലൈഫ് എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. ആരും സോഷ്യൽ മീഡിയയിൽ പക്ക റിയൽ ലൈഫ് കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല. അതിന്റെ മെയിൻ മോട്ടീവ് നമുക്ക് എല്ലാവർക്കും റീച്ച്, നമ്മളെ ജോലി ചെയ്യണ സ്ഥാനം, നമുക്ക് ജോലിയിൽ എപ്പോഴും ഡെവലപ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുള്ളൂ. ഡെവലപ്മെന്റ് വേണ്ടാന്ന് നിൽക്കണം, റീച്ച്. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ആൾക്കാരെ സ്നേഹം, അതേപോലെ തന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കാം. അപ്പൊ പലരും പല രീതിക്ക് ഈവൻ നെഗറ്റീവ് കണ്ടന്റ്സ് വാച്ച് ചെയ്യണവരോട് പോലും എനിക്ക് റെസ്പെക്ട് ഉള്ളൂ. കാരണം അത് അവരുടെ ജോലിയാണ്, റിയാക്ഷൻ അത് അവരുടെ ജോലിയാണ്. അവരെ എന്ത് രീതിക്ക് അവർക്ക് റിയാക്ഷൻ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫാണ്, അല്ലാതെ ഒരു റിയൽ ലൈഫ് അല്ല എന്നുള്ളത് നമുക്ക് എപ്പോഴും ബോധ്യമാണ്. എന്താ വെച്ചാൽ കാണിക്കുന്ന സന്തോഷം ഒക്കെ ഫേക്ക് ആണെന്നൊന്നല്ല, കാണിക്കുന്ന സന്തോഷം ശരിക്കും സന്തോഷമായിരിക്കും. പക്ഷെ ആ വീഡിയോ എടുക്കുന്ന ആള് അവെയർ ആണ്, ഇവിടെ ഒരു വീഡിയോ ഓൺ ആക്കി വെച്ചേക്കാണ്, ഞാൻ ഇതൊക്കെയാണ് പറയുന്നത്, ഇതൊക്കെയാണ് കാണിക്കുന്നത്, ഇതൊക്കെയാണ് സംസാരം. കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കാണിക്കുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ എന്തോരം പേഴ്സണൽ മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് പേഴ്സണൽ മൊമെന്റ്സ് ആയിരിക്കും. സന്തോഷമുണ്ട്, അടിയുണ്ട്, വഴക്കുണ്ട്, അതൊന്നും പക്ഷെ നമ്മള് കാണിക്കത്തില്ല. ഭയങ്കര പീക്കിക്കുന്ന സമയം ഒന്നും നമ്മൾ കാണിക്കത്തില്ല. അത് നീ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ കാണിക്കത്തില്ല. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം. അതപ്പോ ഫേക്കോ റിയലോ, അത് ഫേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, റിയൽ ആണ്. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. ഇത് ഞാൻ സാധാ ഒരു കണ്ടോണ്ടിരിക്കുന്ന ഒരാളെന്ന് വെച്ചിട്ട് ബീയിങ് ഫ്രണ്ട് വിത്ത് സംബഡി ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ് ഈസ് റോങ് ഇൻ മാരേജ്. ബീയിങ് ഓപ്പോസിറ്റ് ഫ്രണ്ട് ആണോ? ഓപ്പോസിറ്റ് സെക്സ് ഫ്രണ്ട് ഇൻ മാരേജ് റോങ് ആണ്. എന്ന് വെച്ചാൽ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടണത് തെറ്റാണ്. അങ്ങനെയൊന്നുമല്ലോ, എന്നെ നോക്കിട്ട് കോപ്പി അടിക്കാൻ. എനിക്ക് കുറെ ആമ്പിള്ളേര് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് മോസ്റ്റ് ഓഫ് മോളുടെ എല്ലാ ഫ്രണ്ട്സിനെ അറിയാം. എന്റെ ഒരു വിധമുള്ള ഫ്രണ്ട്സ് സർക്കിൾ മോൾക്കും അറിയാം. സോ വി ആർ ക്വൈറ്റ് ഓപ്പൺ അബൌട്ട് അവർ ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് ആക്കുന്ന ഒരു പ്രശ്നം വരും. ഞാൻ അതൊരു കാര്യം പറയാം. ഇപ്പൊ എനിക്ക് അംജുക്ക
ഒരു പെൺകുട്ടി എക്സാമ്പിൾ പറയണത്, എനിക്കൊരു പെൺകുട്ടി ഫ്രണ്ട് ഉണ്ട്, അവളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി എന്ത് പ്രശ്നം, ഇപ്പൊ നമ്മളെ ഇടയിൽ ഒരു പ്രശ്നം വന്നാൽ അവളെ വിളിച്ച് പറയാ, അവൾക്ക് എന്തും ചെയ്യാ, കെയർ ചെയ്യാ, എനിക്കുള്ള പോലെ തന്നെ അവൾക്ക് ഇമ്പോർട്ടൻസ്, അതെനിക്ക് ഇഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഫ്രണ്ട് ആണെങ്കിൽ ഓക്കെ, അതിന്റെ കൂടുതൽ എനിക്കത് ഇഷ്ടപ്പെടില്ല. ഞാൻ എന്റെ ഇതിൽ കുറച്ച് ഞാൻ പൊസസീവ്, എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാന് ഫ്രണ്ട്സ് ഒക്കെ ആയിക്കോ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു ബൗണ്ടറി എനിക്ക് ഉണ്ടായിരിക്കണം. ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെ ആയിരിക്കണം. അടുത്തത് കേട്ടോ. I think going through your partner phones without asking is okay. എന്ന് വെച്ചാൽ ഇപ്പൊ പാർട്ട്ണറിന്റെ ഫോൺ അവരെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മളെടുത്ത് യൂസ് ചെയ്യണത് കുഴപ്പമില്ല. ഈസ് ഓക്കെ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? വിത്തൗട്ട് ആസ്കിങ് ഈസ് ഓക്കെ. ഓക്കെയാണ്. ഞാൻ എന്റെ പെർമിഷൻ ഒന്നും ചോദിക്കത്തില്ല അതിന്റെ ഫോൺ എടുക്കണേല്, ഞാൻ ചോദിക്കാറുമില്ല. ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്, ഞാൻ അവിടെ മൂലക്കിടല. അതെ, കാരണം ഇപ്പം എപ്പോഴും അംജുക്കാടെ ഫോണൊന്നും ഞാൻ എടുത്തോട്ടെ, പ്രാക്ടിക്കൽ ആണെന്നുള്ള തോന്നുന്നേ ഇല്ല. ഓക്കെ, നമുക്ക് ഇപ്പൊ ഞാൻ ചിലപ്പോ പുരോഗമനമായിട്ട് പറയുന്നത് പറയാം, അംജുക്ക എന്റെ പെർമിഷൻ ഇല്ലാണ്ട് നീ എന്റെ ഫോൺ എടുക്കരുത്, അതൊക്കെ ഒരാളുടെ പ്രൈവസിയാണ് ഫോൺ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഒരു ബാക്കിയുള്ള ലൈഫ് എനിക്കറിയില്ല. ചിലവർക്ക് ചിലപ്പോ എന്തെങ്കിലും ചിലപ്പോ ഇമ്പോർട്ടന്റ് ലൈക് കൊളീഗ്സ്, ബാങ്ക് വർക്ക്സ്, ഇങ്ങനെ മണി ട്രാൻസാക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില ഫോൺസ് ചിലവർക്ക് അതിന്റെ ലിമിറ്റേഷൻസ് ആവും. ബട്ട് ഫോർ അസ് വി ആർ ലൈക് ക്വൈറ്റ് ഓപ്പൺ വിത്ത്. ഞങ്ങളുടെ ലൈഫിൽ അത് പേഴ്സണൽ ആക്കി വെക്കേണ്ട ഒരു കാര്യമില്ല. ഇത് അംജുക്കാടെ ഷർട്ടാണ്, ഞാൻ അംജുക്കാനോട് പെർമിഷൻ ചോദിക്കാറുണ്ടോ? ഞാൻ ഇടുന്ന എല്ലാ റീൽസിന്റെയും ഷോർട്ട് ഡ്രസ്സുകൾ അംജുക്കാട് ഡ്രസ്സായി, പുറത്തു പോകുമ്പോൾ മാത്രമേ എന്റെ ഡ്രസ്സ് ഞാൻ ഇടാറുള്ളൂ. ഞാൻ ചോദിക്കാറൊന്നുമില്ല, ഞാൻ എടുത്ത് തോന്നി ഞാൻ എടുത്തിടും. അതേപോലെ എനിക്ക് ഫോൺ, എനിക്ക് തോന്നുന്ന ഫോൺ യൂസ് ചെയ്ത് ഞാൻ എടുക്കും. കാരണം ഇവിടെ ഫോർമാറ്റ് TV ഒക്കെ കാണണമെങ്കിൽ അങ്ങനെ. പക്ഷെ വേറൊരു കാര്യം പറയാണ്ട്, സംശയരോഗം വെച്ചിട്ട് ആ ഫോൺ എടുക്കല് തെറ്റാണ്. മെസ്സേജ് അയച്ച അത് നോക്കാൻ വേണ്ടി അത് ഞാൻ എൻകറേജ് ചെയ്യിപ്പിക്കത്തില്ല. അത് സംസാരിച്ച് എന്നിട്ട് അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി. സംശയം വെച്ചിട്ടാണ്. അല്ലാണ്ട് എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാം തുറക്കണമെന്നും കുഴപ്പമില്ല, എന്റെ എന്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോണിൽ എന്ത് നോക്കിയാലും എനിക്കതൊരു പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. യു വുഡ് സ്റ്റിൽ ബി വിത്ത് മീ ഇഫ് ഐ ചീറ്റ്. ഞാൻ നിന്നെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചീറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ഞാൻ വേറൊരാളെ കൂടെ കിടന്ന, രണ്ടുപേരെയും ആപ്ലിക്കബിൾ ആണ്, കിടന്നു കഴിഞ്ഞാൽ നീ അത് ക്ഷമിക്കും. ഡിസഗ്രി, ഒരിക്കലും ക്ഷമിക്കത്തില്ല. ഞാൻ ചത്തുകളെ ശരി ഇല്ല, ഒരിക്കലും എന്ത് ഇതാക്കിയാലും അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് അത്രേ ഉള്ളൂ. അതിൽ എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ചീറ്റ് ആലോചിക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മൈ പാർട്ട്ണർ ഈസ് പൊസസീവ് വൺ ഇൻ ദ റിലേഷൻഷിപ്പ്. എന്റെ പാർട്ട്ണറാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ പൊസസീവ്. അല്ല, അംജുക്കയാണ് കൂടുതൽ പൊസസീവ്. അല്ല, നീ പറയേണ്ടത് എന്റെ കാര്യമാണ്. ഞാൻ നീയാണോ ഞാനാണോ കൂടുതൽ പൊസസീവ്? അല്ല, നീയാ പൊസസീവ്. എന്ത് ഞാനാണോ നീയാണോ പൊസസീവ്? നീയല്ലേ കൂടുതൽ പൊസസീവ്. എന്നെക്കാളും കൂടുതൽ പൊസസീവ് അംജുക്കാണ്. അതിനൊരു സംശയമില്ല, എന്നെക്കാളും കൂടുതൽ അംജുക്ക തന്നെയാണ്. അപ്പൊ നീ ഓക്കെ, എനിക്കത് എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവനാണ് പൊസസീവ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ, വി ഷുഡ് ഹാവ് ഇലോപ്ഡ്. ഒളിച്ചോടണമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഒളിച്ചോടിയാൽ മതിയായിരുന്നു. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര. പക്ഷെ പിന്നെ ഞങ്ങൾ ചിന്തിക്കുമ്പോ എന്തൊക്കെ നമ്മളെ പാരന്റ്സ് ഭയങ്കര സപ്പോർട്ടീവ്. അത് പിന്നെ എന്താണെങ്കിലും അവര് ഓക്കെ ഞങ്ങൾ രണ്ടുപേരും അവരെ ഓക്കെ ആണുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഒളിച്ചോടാനൊരു അവസരം കിട്ടും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പറയും എപ്പോഴെങ്കിലും ഒന്ന് ഒളിച്ചോടിയാൽ മതിയായിരുന്നു. ഇടയ്ക്ക് ചില സമയത്തൊക്കെ തോന്നും നമുക്ക്. ഞാൻ ഇടയ്ക്ക് പറയും, ഞാൻ ഇടയ്ക്ക് അംജുക്കാണ്ട് പറയും, ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, അംജുക്ക നമുക്ക് എവിടേക്കെങ്കിലും ഒളിച്ചോടി പോവാം, ഒരാളും ഇല്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അപ്പൊ അംജുക്ക പറയും, മോള് ഇതന്നെ ആരും ഇല്ല, ഇതിലും വലിയ ഒളിച്ചോടാനുള്ള സ്ഥലം വേറെ ഇവിടെ ആരും കാണണ്ട. ശരിയാട്ടോ. ബ്രേക്സ് ഇൻ എ റിലേഷൻഷിപ്പ് ആർ എ ഗുഡ് ഐഡിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് തമ്മിൽ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. എഗ്രി.
ശരിയാണ് നമ്മളൊരു പക്ഷെ അതൊരു അടിയോ വഴക്കോ ഇട്ടിട്ടുള്ള ഒരു ബ്രേക്ക് എടുപ്പ് ശരിയാ. ഇപ്പൊ ഞങ്ങളുടെ ഇതിലിപ്പൊ ഞാനും അംജുക്കയും തമ്മിൽ ഒരു അടി നടന്നു, എന്നിട്ട് നമ്മളൊരു ബ്രേക്ക്, ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കണു, അംജുക്ക് ഇവിടെ നിൽക്കുന്നു, അതൊരു ബാഡ് ഐഡിയ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും, ഇവനില്ലാതെ നമുക്ക് പറ്റും, ആ ഒരു ധൈര്യം വരും. നമുക്ക് ഒരു മടുത്ത് ആ ഒരു സാന്തിക വരും. അത് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണം. പക്ഷെ അതല്ല, നമ്മൾ ഓക്കെയാണ് റിലേഷൻഷിപ്പില്, നമുക്ക് പക്ഷെ ഒരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ആ ബ്രേക്ക് അത്യാവശ്യം. അതെ, കമ്മ്യൂണിക്കേഷൻ ഇത് ബ്രേക്ക്. ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാനോ, ഒറ്റക്ക് നിൽക്കാനോ, അല്ലെങ്കിൽ മാറി നിൽക്കാനോ, അവർക്ക് യാത്ര ചെയ്യാൻ തോന്നി കഴിഞ്ഞാലോ പോവാൻ ഓക്കെയാണ്. കാരണം നമുക്ക് നമ്മുടെ ഒരു ബോണ്ട് കൂടും എനിക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോ ലൈക്ക് മറ്റേ മെഡിക്കൽ കാര്യത്തിൽ നമ്മൾ നാട്ടിൽ പോയ സമയം, ആ സമയമായപ്പോ ഇറ്റ് വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഈ വീടൊക്കെ ഞാൻ എടുത്തു പറഞ്ഞാൽ മോൾക്ക് വേണ്ടിയാണ് വീടും കാര്യങ്ങളും എടുത്ത് എല്ലാം സെറ്റ് ചെയ്തത്. പെട്ടെന്ന് ഒരു ടൈം മോള് പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇല്ല എന്ന സമയത്ത് ഞാൻ ഉണ്ടായ കാര്യങ്ങൾ എനിക്ക് നേരാണ് ഉറങ്ങാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, എന്റെ കണ്ണില്ലാതായാലേ കണ്ണിന്റെ വില മനസ്സിലാക്കും എന്ന് പറഞ്ഞ പോലെ അത് മനസ്സിലായി ഞാൻ. എനിക്കും അതെട്ടാ, എനിക്ക് ചില സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നെനിക്ക് തല്ലൂടാനെങ്കിലും എനിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ്, ചിരിക്കാനും സന്തോഷിക്കാനും ഒന്ന് നമുക്ക് തോന്നും, ഉണ്ടായെങ്കിൽ എത്ര നന്നായെന്ന്. എനിക്ക് ശരി, ഐ ഹാവ് കൺസിഡേർഡ് ഡിവോഴ്സ്. ഞാൻ ഡിവോഴ്സിനെ പറ്റി കൺസിഡർ ചെയ്തിരുന്നു. ഒരിക്കലും ഇല്ല. അത് നമ്മൾ പിന്നെ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും ലക്ഷങ്ങളിൽ നിന്നാണ് ഞാൻ മോളെ ചൂസ് ചെയ്തത് തന്നെ, എനിക്ക് വേണ്ടിയുള്ള കമ്പാറ്റബിൾ ഒരു പാർട്ട്ണർ. സോ അത്രമാത്രം ഞാൻ നോക്കിയിട്ടാണ് ഞാൻ മോളെ ചൂസ് ചെയ്തത് തന്നെ. സോ ഐ വിൽ നെവർ തിങ്ക് ഓഫ് ഡിവോഴ്സ്, നെവർ. സത്യം, നമ്മളായിട്ട് ചൂസ് ചെയ്ത് ഒന്നാണ് കല്യാണം കഴിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ പ്രേമിക്കാം, കുറെ കാലം പ്രേമിക്കാം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറേഞ്ച്ഡ് മാരേജ് പറ്റാത്ത ഒരാളായിരുന്നു. എനിക്ക് പ്രേമിച്ച് മനസ്സിലാക്കി എനിക്ക് കല്യാണം എന്ന് പറയുന്നത് അത്രയും ഞാൻ ഇതായിട്ട് കാണുന്ന. ഒരു പക്ഷെ എൻ്റെ ഉപ്പയും ഉമ്മയും ഡിവോഴ്സ് ആയപ്പോ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സായി ആ സമയത്ത് ഞാൻ അങ്ങനെ കുറെ കണ്ട് അതൊക്കെയാണ്. അപ്പോൾ എനിക്കറിയാം ഒരു കല്യാണം കഴിഞ്ഞാൽ അതൊരു ഇതല്ല, പിന്നെ നമുക്കിടയിൽ കുട്ടികൾ വരും, അതൊരു പിന്നെ നമ്മളേൽ നിൽക്കാത്തൊരു കാര്യം. അപ്പൊ എനിക്ക് അത്രയും ഉറപ്പ് വരണമായിരുന്നു ഈ ആള് എനിക്ക് ലൈഫ് ലോങ് ആ പാർട്ട്ണർ വേണം, എനിക്ക് ലൈഫ് ലോങ് വേണമായിരുന്നു. അതെന്തോ അംജുക്കാടെ വന്ന് അതെനിക്ക് എൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാലം നീ ഭയങ്കര എന്താ പറയാ, നീ എന്നെ ടോക്സിക്, നീ എന്നെ അങ്ങനൊക്കെ ആണെങ്കിൽ ഞാൻ ഡിവോഴ്സിനെ പറ്റി നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ പല അതായത് നമുക്ക് അങ്ങനെ ഒരു ഇതേ എടുത്തേ പറ്റും. അല്ലാണ്ട് അയ്യോ ഞാൻ ഇവനെ കല്യാണം കഴിച്ചു, എനിക്ക് ഇവൻ എന്നെ വേണം, എനിക്ക് ഇവൻ എന്നെ വേണം, എനിക്കിതില്ലാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ലൈഫ് കളയണേന് തുല്യാണ്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ തല്ലുണ്ടായിരിക്കും. ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഇടയിൽ ഇനി ഇതിൽ വലിയ അടി ഉണ്ടായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഡിബേറ്റ്സ് ഉണ്ടായിരിക്കും, പലതും ഉണ്ടായിരിക്കും, സന്തോഷങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഞങ്ങള് ക്ലിയർ ചെയ്ത് അത് സോർട്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഭാര്യ ഭർത്താവായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് അത് അതിര് കടന്നു കഴിഞ്ഞാൽ അതൊരു വേറെ രീതിക്ക് ലെവലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളത് ആ സമയത്ത് നോക്കും. പക്ഷെ ഇത് എന്തായാലും ഇപ്പൊ ഇത്രയും കാലം സ്വന്തം സ്വഭാവമൊക്കെ പുറത്തു വരേണ്ട സമയം അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാം ചോദിച്ചല്ലോ. പിന്നെ എല്ലാം നമ്മൾ ഏകദേശം ഒക്കെ ഇതാക്കി. യെസ്, എങ്ങനെ നൈസ് അല്ലേ? നമുക്ക് എന്നെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഇങ്ങനത്തെ ഗെയിംസ് ആണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്, ഇതാക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റത്തെ ഒരു സാധനം ചോദിക്കട്ടെ. ഇഫ് ടുഡേ വി മെറ്റ്, വുഡ് യു ആസ്ക് ഈച്ച് അതർ ഔട്ട്? ഇന്നാണ് നമ്മൾ കാണണമെങ്കിൽ നമ്മള് ഡേറ്റിന് വിളിക്കോ? 100 വട്ടം ഉറപ്പായിട്ടും. ഞങ്ങള് ഇന്നും കൂടി ഞാൻ പറഞ്ഞുള്ളൂ, അംജുക്ക നമ്മൾക്ക് പ്രേമിക്കണായിരുന്നു, കല്യാണത്തിന് ഞങ്ങൾക്ക് പ്രേമിക്കാൻ സമയം കിട്ടിയില്ല. നമ്മള് കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് ആദ്യം കാണാൻ തന്നെ നമുക്ക് അങ്ങനെ പ്രേമിക്കാനൊന്നും ഒരു സമയം കിട്ടിയിട്ടില്ല. അപ്പൊ പറയും പ്രേമിക്കണായിരുന്നു, ഒരു ഡേറ്റിനൊക്കെ പോയി. എനിക്കത് എൻജോയ്, എനിക്ക് ശരിക്കും അതായത് വീട്ടുകാരെ അറിയാതൊക്കെ പോവാ, കറങ്ങാൻ പോവാ, അതൊക്കെ അത് ഞങ്ങളുടെ ഇടയിൽ അത് പറ്റിയില്ല. അത് കാരണം നമ്മൾ ഫുള്ള് കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് തന്നെ. അപ്പൊ അതൊരു സാധനം വന്നില്ല. പക്ഷെ ഇതൊരു ഫണ്ണായിരുന്നില്ലേ, ഫൺ ഒരു സാധനമായിരുന്നു. വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നേ ബേബി, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ you and your partner should have the password to each other phone and social media. നേരത്തെ ഒരു വെച്ചിട്ട് പാസ്വേഡ്, സോഷ്യൽ മീഡിയ പാസ്വേഡ്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിന്റെ ഒക്കെ പാസ്വേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി എന്നുവെച്ചാൽ നിർബന്ധം പിടിച്ചിട്ട് നീ എനിക്ക് തന്നേ പറ്റൂ അഞ്ചു പാസ്വേഡ്. ആ സാധനം വേറെ സംശയരോഗം.
അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടെ പ്രൈവസിയും അംജുക്കാട് ഫോണിൽ എന്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ എല്ലാം ഓപ്പൺ ആണ്. എന്റെ എന്ത് ഒക്കെ അതേപോലെ അംജുക്കാട് ഇൻസ്റ്റാഗ്രാം എന്റെ ഓപ്പൺ അല്ല. കാരണം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം തന്നെ നോക്കാറില്ല, കുറവാണ്. പക്ഷെ അംജുക്കാട് ഫേസ്ബുക്ക് എന്റെ ഉള്ള, കാരണം ആ ഫേസ്ബുക്കിലെ പേജ് തുടങ്ങി. അപ്പൊ അംജുക്കാട് പക്ഷെ ഞാൻ എവിടെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോൺ ചാർജിന് വെച്ചാൽ ഞാൻ അംജുക്കാട് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് അംജുക്കാട് ഫോണിൽ ആയിരുന്നു ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ എടുത്ത് കാണും. എനിക്ക് തോന്നുന്നില്ല അത് പാസ്വേഡ് ഉണ്ടായിരുന്നു ഓക്കെ എല്ലാം തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നെ സംബന്ധിച്ച് അത് അങ്ങോട്ടും നമ്മള് പാർട്ട്നേഴ്സ് ആയിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതൊരു അല്ലേ, അതൊരു ബോണ്ടാണ്. അതിപ്പോ ചിലപ്പോ അത് ടോക്സിക് ആയിട്ട് തോന്നും, അതിന്റെ ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ആവശ്യമില്ലാന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്രേ ഉള്ളൂ. നിങ്ങൾ പാർട്ട്ണറിനോട് സംസാരിക്കുക. റിലേഷൻഷിപ്പിൽ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവണം. നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഗെയിം കഴിഞ്ഞിരിക്കുന്നു. യെസ്, and here it is. Hope you guys had fun. Bye bye.